കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് കുറച്ച് അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. കിടിലൻ വണ്ടികളാണ്. നമുക്ക് ഓരോന്നൊന്ന് പരിചയപ്പെട്ടു നോക്കാം. 2025 മോഡൽ i20 ആസ്റ്റ ഓപ്ഷണൽ. വെറും 14,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടിക്ക് 7 വർഷം വരെ ലോൺ ഫെസിലിറ്റി ഉണ്ടാവും. മാരുതിയുടെ ZXi വേരിയന്റിലുള്ള 2 ഓട്ടോമാറ്റിക് വാഹനങ്ങളാണുള്ളത്. ഡിസയറും സ്വിഫ്റ്റും രണ്ടും 2024 വണ്ടിയാണ്. ഡിസയർ വെറും 30,000 കിലോമീറ്റർ മാത്രം, സ്വിഫ്റ്റ് വെറും 17,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയ 2018 മോഡൽ ഇഗ്നിസ് ആണ് അടുത്ത വാഹനം. ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഒരു കോമ്പാക്ട് 7 സീറ്റർ വാഹനമാണോ നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം നോക്കാവുന്നതാണ്. വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയ 2022 മോഡൽ ട്രൈബർ RXZ. അതുപോലെ തന്നെ ഒരു കോമ്പാക്ട് SUV വാഹനം നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വണ്ടി. 2019 മോഡൽ WRV സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം വെറും 66,000 കിലോമീറ്റർ മാത്രമാണ് ഓടി. തീർന്നിട്ടില്ല, 2 വാഹനങ്ങൾ കൂടി ബാക്കിയുണ്ട്. ടാറ്റയുടെ പഞ്ച് ഓട്ടോമാറ്റിക് വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനം 2022 മോഡലാണ്. അതുപോലെ തന്നെ ഒരു ഡീസൽ വാഹനം നോക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം നോക്കാവുന്നതാണ്. 2020 മോഡൽ 21 രജിസ്ട്രേഷനുള്ള ഈ വാഹനം വെറും 49,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. ഇഞ്ചക്കിലുള്ള സാരഥി ഔട്ട്ലെറ്റുമായോ താഴെ കാണുന്ന ഈ നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്.